വരൾച്ചയിൽ സംസ്ഥാനത്ത് ഇതുവരെ 257 കോടിയുടെ നാശനഷ്ടമുണ്ടായെന്ന് വിലയിരുത്തൽ. ദുരിതത്തിലായ കർഷകരെ സഹായിക്കാൻ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് സർക്കാർ. കനത്ത ചൂടിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് ഇടുക്കി ജില്ലയിലാണ്. സംസ്ഥാനത്ത് മൊത്തം 257 കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ഇതിൽ 175 കോടിയും ഇടുക്കി ജില്ലയിലാണ്. ഏലം കൃഷി പലയിടത്തും നാമാവശേഷമായി. 40,550 ഏക്കർ ഏലം കൃഷിയാണ് ഇല്ലാതായത്. ഏലത്തട്ടകൾ കിട്ടാനില്ലാത്തതിനാൽ റീപ്ലാന്റ് നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ. കുരുമുളക്, തേയില, ക്ഷീരമേഖലയും വരൾച്ച ബാധിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് കൃഷിമന്ത്രി പി പ്രസാദ് നേരിട്ട് വരൾച്ചാ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത്. കേന്ദ്ര സഹായത്തിലാണ് സർക്കാർ പ്രതീക്ഷ വയ്ക്കുന്നത്. വരൾച്ചാ ബാധിത മേഖലയായി ഇടുക്കിയെ പ്രഖ്യാപിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വയ്ക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. വരൾച്ച ബാധിത ജില്ലയായി പ്രഖ്യാപിക്കുന്നതിനുള്ള തടസ്സങ്ങൾ കേന്ദ്രം വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായ പാക്കേജുകൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. നിലവിൽ പുനഃകൃഷി നടത്താൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് കർഷകർ. കാർഷിക വായ്പകൾക്ക് പലിശ ഇളവോടെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചാൽ മാത്രമേ പ്രതിസന്ധി ഒഴിവാക്കാൻ കഴിയൂ. ഇക്കാര്യത്തിൽ ബാങ്കുകളുമായി ചർച്ച നടത്താനാണ് തീരുമാനം. എന്നാൽ സംസ്ഥാന സർക്കാരിന് മാത്രമായി പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. മന്ത്രി റോഷി അഗസ്റ്റിനും കൃഷിമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ദുരന്തമുഖത്ത് നിൽക്കുന്ന ഏലം കർഷകർക്കായി അടിയന്തര സഹായം പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് കൃഷിമന്ത്രി മൗനം പാലിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.